എന്റെ അമ്മ വരെ പറയായിരുന്നു, ആ കിലുക്കത്തിലെ രേവതി പോലെയാണ് ഇവള്, ആർത്തി മൂത്ത ഭ്രാന്തായ എന്ന് എന്റെ അമ്മമ്മ എപ്പോഴും പറയായിരുന്നു. അതെ. ആ ഒരു സമയത്തില് ലാൽ, ശോഭന, മീ, all of us were looking very beautiful. നമ്മുടെ കാക്കുത്തിക്കാവിലെ പൂപ്പന്താടി സിനിമയിലെ കണ്ണാന്തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട്. ഒരു ഫാമിലി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ഓർക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. സോ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് വേറെ ഒരു ഡയറക്ടറേ ഉള്ളൂ, അത് ഭൂതകാലമായിരുന്നു. സോ ഈ 80 എന്ന നമ്പർ നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. എല്ലാ റീൽസിലും വന്നു പോകുന്ന ഒരു 5 സെക്കൻഡ് കുട്ടികൾ. അത് ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ അടുത്ത് നിന്ന് ഡാൻസ് മാസ്റ്റർ ആയിട്ട് 1 2 3 4 പറഞ്ഞിട്ട് അവൾ ഡാൻസ് ചെയ്തത്. ഇറ്റ്സ് എ തിങ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, യു നോ, ശോഭന ആൻഡ് മൈസെൽഫ്. പക്ഷെ സെൻസർഷിപ്പ് ഷുഡ് ബി ദേർ. ആൻഡ് എന്നെ സംബന്ധിച്ചോളം ഐ ഫീൽ that the kind of violence that is being shown definitely cannot be shown to children. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫ് ആയപ്പോ ഞാൻ ഉറങ്ങി. കാരണം എനിക്ക് സങ്കടമൊന്നും എനിക്ക് പണ്ടേ പറ്റൂല. കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് സംസാരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച്. I miss that. Oh, I can see that, Nandini. Sometimes I feel so happy. Thank you. I'm so happy that you all remember these films. Wow. We remember. Hi guys, welcome to Q Studio. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2 നെയിം ബ്രാൻഡ്സ് ആണ്. No introduction, just their name speaks. Hi Revati, hi Kani, welcome to Q Studio. Thank you, Indran. നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ വെരി റീസെന്റ് ആണ് തമിഴ്നാട്. നിങ്ങളൊക്കെ എന്ന് പറയണ്ട, ഞാനൊരു ജനറേഷൻ, ഇവരൊരു ജനറേഷൻ. ഇപ്പോഴും many generations later. But you both are celebrated in India. രേവതി മാമിന് ഒരു കാര്യം അറിയോ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമില് രേവതി ആശ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈല് വരും. പ്രൊഫൈലില് താഴെ വരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ജെൻസി പിള്ളേര് പഴയ സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ ജെൻസി പിള്ളേരാ ചെയ്യുന്നേ. കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് റീൽസ് ഐ വിൽ ഷോ യു ആഫ്റ്റർ ദിസ്. ലൈക്ക് എവറി സിൻസ് ഫ്രം മൗനരാഗം ഇപ്പോ എനിക്ക് തോന്നുന്നു കുറേ ക്യാരക്ടേഴ്സ് ഹിന്ദിയിലെ ലവ്, രാത്ത്. Okay. Wow. Nice to know. Yeah. So nice. Yeah. So എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ഇപ്പൊ വെരി റീസെന്റ് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരുപാട് മലയാളി ആക്ട്രസുകൾക്ക് അതിൽ വിൻ ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് കമ്മിങ് ബാക്ക് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും, എസ്പെഷ്യലി കനി, മലയാളത്തിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും യു ഹാവ് എക്സ്പ്ലോർഡ് ഇന്റർനാഷണലി. ഇപ്പൊ മൈക്കിൾ ജാക്സന്റെ പോലെ ഇരിക്കുന്നു പറഞ്ഞ സ്റ്റോറി ഞാൻ കണ്ടിരുന്നു. someone has commented on your photo. കുറെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, പക്ഷെ മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഐ മീൻ ഓണസ്റ്റ്ലി എനിക്ക് ഇവിടെ ഉള്ള ഒരുപാട് ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. ഐ ഫീൽ ലൈക്ക് കേരളത്തിൽ നല്ല ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അപ്പൊ ഡയറക്ടേഴ്സിന് അത്രയും ചോയ്സ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് അവർക്ക് സ്പെസിഫിക്കലി ഇത് കനി അഭിനയിക്കണം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഐ ഫീൽ ഇപ്പം ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് കുറേ നല്ല നടിമാരും നടന്മാരും പല ജനറേഷനിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവിടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും നല്ല ആക്ടേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കുറച്ച് 2-3 നല്ല ആക്ടേഴ്സ് ഉണ്ടെങ്കിലല്ലേ കൂടുതൽ ഇതുണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇഷ്ടം പോലെ വരുള്ളപ്പോൾ നമുക്ക് ആർക്കും കൊടുത്താലും ഐ ഓൾവേസ് ഫീൽ ഇവർ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്താലും നന്നാവും, ഇവർ ചെയ്തില്ലെങ്കിൽ അയാൾ ചെയ്താലും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. Also she is visible. She is visible to the national film making people. No, national very visible. And now that step towards international has also come. So ee casting directors nekka kani ennoru face is very connectable. Alla adonde most casting directors in the north and in some of the, I think even European casting directors know her. അല്ല, കേരളത്തിൽ അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അല്ല ഇപ്പൊ ഉണ്ട്, പണ്ടത്തെ വെച്ചുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഇവിടെ കാസ്റ്റിംഗ്. പലപ്പോഴും നമ്മളിവിടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണ് ചില കാസ്റ്റ് ചിലപ്പോൾ ഡയറക്ടർ ഡയറക്ട്ലി കാസ്റ്റ് ചെയ്യുന്നതുണ്ടാവും, പക്ഷെ അപ്പോഴും അവർക്ക് ഒരു സേ ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അതും ഉണ്ടാവും ഉറപ്പായിട്ടും. അത് ശരിയാണ്. അതുകൊണ്ട് മാത്രമല്ല മോളെ, അത് പിന്നെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട്
ആ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഹാവ് യുവർ ഫേസ്. അതെ. അല്ല, ഞാൻ അതല്ലേ ആലോചിച്ചത്. ശരി, ലെറ്റ്സ് ഗോ ഫോർവേഡ്. ഓക്കെ, എനിക്ക് ഫാൻ മൊമെന്റ് ആണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ സംസാരിക്കുക എന്നുള്ളത്. ഫാൻ സിൻസ് മൗനരാഗം കുറേ സിനിമകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലേറ്റസ്റ്റ് ഓൾ ബി ഇമാജിൻ എസ് ലൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. ആദ്യം തന്നെ ഞാൻ താങ്ക് യു പറയാണ്. ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് അസി, നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നിസ്സാര പരിപാടിയല്ല. ദിസ് ഇസ് സംതിങ് സീരിയസ്, ദിസ് ഇസ് സംതിങ് നീഡ് ടു ബി ഡിസ്കസ്ഡ്, ദിസ് ഇസ് സംതിങ് ടു ബി ടോൾഡ് ലൗഡ്. സോ വാട്ട് ഇസ് അസി? രേവതി മാമിന് തുടങ്ങാം. അസി എന്ന് പറയുന്നത് മലയാളത്തിൽ 80 ആണ്. ഇറ്റ്സ് നമ്പർ. ഓക്കെ. സോ ബേസിക്കലി പറയാൻ വരുന്നത് 80 per day every day. ഇതാണ് നമ്പർ ഓഫ് റിപ്പോർട്ട്സ് ദാറ്റ് ആർ ഫൈൽഡ് ആസ് FIRs നമ്മുടെ ഇന്ത്യ ഓൺ ദ ഹോൾ. എവറി ഡേ 80 റിപ്പോർട്ട്സ് ആർ ഫൈൽഡ്. അൺഫൈൽഡ് എത്രയാണ്, അൺറിപ്പോർട്ടഡ് കേസസ് എത്രയാണ് സെക്ഷൽ അസോൾട്ട് ഉണ്ടെന്ന് നമുക്കറിയില്ല. സോ ഈ 80 എന്ന നമ്പർ നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. സോ ദാറ്റ് വി റിമെമ്പർ ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് സ്മോൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. സോ സെക്ഷൽ അസോൾട്ട് എന്നാണ് ഈ കഥയുടെ ബേസ്. അതിൽ നിന്ന് എന്താണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഡിഫറെൻറ്റ് ലേയേഴ്സ് ദാറ്റ് ദ വിക്ടിം ഹു ഹാസ് ബീൻ അസോൾട്ടഡ് ഹാസ് ടു എൻകൗണ്ടർ, plus how the law handles the victim, how the society's perspective of the victim, പിന്നെ people who always see. എങ്ങനെയായിരുന്നു ക്യാരക്ടറിലേക്കുള്ള എൻട്രി, സെലക്ഷൻ പ്രോസസ്സും അതിനുശേഷം ക്യാരക്ടർ കൺസീവ് ചെയ്യുന്നതൊക്കെ? അല്ല, ഇതിൽ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഇൻട്രാക്ഷൻ വിത്ത് ദ ഡയറക്ടർ അനുഭവ് സിൻഹ. എന്നെ വിളിച്ചു ഒരു ദിവസം, പറഞ്ഞു രേവതി, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു സം ടൈം, വെൻ ആർ യു കമ്മിങ് നെക്സ്റ്റ് ടു ബോംബെ? എനിക്ക് എന്തോ ജോലി ഉണ്ടായിരുന്നു. സോ ഐ സെഡ് ഐ എം ഹിയർ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്, ക്യാൻ വി മീറ്റ്? ഐ സെഡ് ഷുവർ. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തു. പറഞ്ഞു, എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഇല്ല, കഥയില്ല, ഒന്നുമില്ല. ദർ ഇസ് എ തോട്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു കേസെങ്കിലും നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക, ഇറ്റ് ഈസ് ബിക്കം ലൈക്ക് എൻ എവറി ഡേ തിങ് ആൻഡ് വി കൈൻഡ് ഓഫ് ജസ്റ്റ് പുഷ് ഇറ്റ് അസൈഡ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് ബി ഡൂയിങ് ദാറ്റ്. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇങ്ങനെ സെക്ഷൽ അസോൾട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, some of the boys or men, അതിൻ്റെ മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയണം, ഏത് ഡയറക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഐ വോണ്ട് യു ഇൻ മൈ ഫിലിം. അപ്പം ഞാൻ പറഞ്ഞു, ഷുവർ, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ്. സോ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് വേറെ ഒരു ഡയറക്ടറേ ഉള്ളൂ, അത് ഭൂതകാലമായിരുന്നു. ഓക്കെ. പക്ഷെ രാഹുലിന് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, മാം ഇത് ചെയ്യണം, എപ്പോൾ ചെയ്താലും ഞാൻ ചെയ്യാം. ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ കോൺസെപ്റ്റ്. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ മീറ്റ് ചെയ്തപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, കഥ പറഞ്ഞു, പിന്നെ സ്ക്രിപ്റ്റ് തന്നു. And welcome again to Hindi cinema, and it's coming to Malayalam. നമ്മൾ മലയാളി ഓഡിയൻസിലേക്ക് ഇങ്ങനെ ഒരു സംസാരം, വിശേഷം പറച്ചിലൊന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായില്ല, അതേപോലെ ഒരു ഹിന്ദി സിനിമ വരുന്ന സമയത്ത്. അതിലെ ക്യാരക്ടർ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ക്യാരക്ടറെ കുറിച്ച് ഒരു ആർക്ക് പറയാമോ? ക്യാരക്ടറിന്റെ എല്ലാം പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവരൊരു മലയാളിയാണ്. മലയാളിയാണ്. പക്ഷെ അവിടെ ഡൽഹിന്ന് കൃത്യമായിട്ട് പറയണോ കഥയിലെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എനിക്ക് ഡൽഹി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതൊരു ഫിക്ഷൻ, നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലം, ഒരു ടൗൺ ആണോ അതെനിക്ക് അറിയില്ല. ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂൾ ടീച്ചറൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീ, അവർക്ക് ഹസ്ബൻഡ്, കുട്ടിയുണ്ട്. അങ്ങനെ അവർ വളരെ നോർമലി അവരുടെ ഒരു എല്ലാ ദിവസത്തെയും ജീവിതം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു സെക്ഷൽ അസോൾട്ട് ഉണ്ടാവുന്നു. പക്ഷെ മെയിൻ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കോർട്ട് റൂം ഡ്രാമയും ഇതില് അസോൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലി, അതും പല ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ
സ്വന്തം മകൻ അങ്ങനെ ഒരു അസോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ തരം റെസ്പോൺസസ് ആയിരിക്കാം ഉണ്ടാവുക, അതൊക്കെ ഒരു പ്രോബബിലിറ്റിയാണ്. നമുക്ക് ഓരോ മനുഷ്യരുടെ ജീവിതം ചെല്ലുമ്പോൾ അത് വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഈ പർട്ടിക്കുലർ കഥയിൽ ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ലോയറിനാണെങ്കിലും എതിരായിട്ടുള്ള ലോയറിനാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടിയാണെങ്കിലും ഇവരുടെ സ്കൂളിൽ ബാക്കി കൊളീഗ്സോ അല്ലെങ്കിൽ അവർ തിരിച്ച് ജോലി ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെയും ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷമുള്ള ഇവരുടെ എല്ലാവരുടെയും ഒരു ജേർണി അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും അതിനോടുള്ള റെസ്പോൺസ് പെർസ്പെക്റ്റീവും ഒക്കെയും വരുന്നുണ്ട് കഥയിൽ ത്രൂ എ കോർട്ട് റൂം ഡ്രാമ. അങ്ങനെ ആണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ അല്ലാണ്ട് ഈ ഒരു ക്യാരക്ടറിന്റെ അവരുടെ മാത്രം ആ ഒരു രീതിയിലല്ല അതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത് തപ്സിയാണ്. തപ്സി അഡ്വക്കേറ്റ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു തപ്സി ഫാക്ടർ? കാരണം ഡയറക്ടറുടെ കൂടെ 3ാമത്തെ സിനിമയാണ് ദ വെരി ലാസ്റ്റ് സഫർഡ്. അതും ഒരു ഡിസ്കഷൻ വന്ന ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച് സംസാരിച്ച ഒരു അടിയിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് നോർമലി നമ്മുടെ എല്ലാവരുടെയും ഹൗസ് ഹോൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു അടിയല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു അടിയല്ല എന്ന് ഡിസ്കസ് ചെയ്തൊരു സിനിമയായിരുന്നു. എന്റെ ഇവിടുത്തെ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തപ്സി ആയിരുന്നു നിങ്ങളുടെ ഇൻ സിനിമ. സോ ഹൗ വാസ് വർക്കിംഗ് വിത്ത് തപ്സി? തപ്സി ഈസ് എ thorough professional. ഭയങ്കര ഷീ പ്രിപ്പയർസ് ഹെർസെൽഫ് വെരി വെൽ. നമ്മുടെ ഡയലോഗ് പേപ്പർ ഒന്നും സെറ്റിൽ വന്ന് നോക്കാറേ ഇല്ല മുഴുവനും. മോസ്റ്റ് ഓഫ് അസ് അങ്ങനെയാണ് ആ സെറ്റ്. ഒരു സീൻ തുടങ്ങിയാൽ അതിൻ്റെ ആ സീനിൻ്റെ എൻഡ് വരെ എല്ലാവരും അഭിനയിക്കും. ആരും ഡയലോഗ് നോക്കിക്കൊണ്ടൊന്നല്ല. ക്യാമറ എവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ നോക്കില്ല ചിലപ്പോൾ. വി ജസ്റ്റ് വർക്ക് അറൗണ്ട് ഇറ്റ് ആൻഡ് ദെൻ ദ ഡയറക്ടർ ഹാൻഡിൽസ് അസ് ആൻഡ് ഫോളോസ് അസ്. അപ്പോൾ ചിലപ്പോൾ ആ സിനിമ കാണുമ്പോൾ യു വിൽ ഫീൽ ആസ് ഇഫ് ദ ഹോൾ തിങ് ഹസ് ജസ്റ്റ് ഹാപ്പൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ് എന്നാണ്. ആൻഡ് സോ യു നോ തപ്സി ഈസ് എ വെരി she's an absolute professional, you know, nothing, and at the same time very down to earth, nice person, loves food. Doesn't look like it though, which was surprising for me. ഇനി നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് മൊമെന്റ് പറയാം, മൊമെന്റ് ഡിസ്കസ് ചെയ്യാം. കനിക്ക് രേവതി മാമിന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു മൂവി അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്. എനിക്ക് 3-4 ഉണ്ട്. ഒബ്വിയസ്ലി എല്ലാവർക്കും ഒബ്വിയസ് കിലുക്കമുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്വിയസ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ലൈക്ക് എത്രയോ തവണ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എൻ്റെ ചിറ്റപ്പൻ്റെ കൂടെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് അതുവരെ ഓർമ്മയുണ്ട് തിയേറ്ററിൽ പോയതും ലൈക്ക് എവറിത്തിങ്. ഐ വാസ് 7-8 വയസ്സെന്നുള്ളൂ ഐ റിമെമ്പർ കാണുന്നത്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഞാൻ ഉറങ്ങി. കാരണം എനിക്ക് സങ്കടമൊന്നും എനിക്ക് പണ്ടേ പറ്റൂല. അപ്പൊ ഞാൻ ഇത് കൂടുതൽ ടെൻഷൻ എളുപ്പുറങ്ങാം. പിന്നെ അത് മാത്രമല്ല ഞാൻ ഭയങ്കര ഫുഡ് കഴിക്കുന്ന ആളായത് കൊണ്ട് ബേസിക്കലി അല്ല അന്നും ഇന്നും എന്നും അതുകൊണ്ട് തന്നെ എന്റെ അമ്മമാരെ പറയായിരുന്നു ആ കിലുക്കത്തിലെ രേവതി പോലെയാണ് ഇവള്, ആർത്തി മൂത്ത എന്ന് എന്റെ അമ്മമ്മ എപ്പോഴും പറയായിരുന്നു. അല്ല എനിക്ക് ആ കൊരങ്ങിന് വേണോന്ന് ചോദിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് അങ്ങോട്ട് പോയി നമ്മളെല്ലാരും പോകും. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അതുപോലെ അങ്കമാലിയിലെ പ്രശ്നം എനിക്ക് അറിയണോ. ഇറ്റ്സ് ഓൾ iconic. Very recent. No, it's very well written. Yes. And very well performed. It's like നമ്മൾ ചിലതുണ്ട് ഇപ്പൊ ഇവൻ മണിച്ചിത്രത്താഴ് ഞാൻ അങ്ങനെ ആലോചിക്കും ലൈക്ക് വെൽ റിട്ടൺ ആൻഡ് പെർഫോംഡ് സോ വെൽ. ലൈക്ക് നമുക്ക് വേറെ ആരെയും ആലോചിക്കാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെയാണ് അപ്പം ഈ കേൾക്കാം. പിന്നെ എനിക്ക് പക്ഷെ ഈ കാറ്റത്ത് കിളിക്കൂടം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനകത്ത് പല മൊമെന്റ്സും എനിക്കൊന്ന് മോഹൻലാൽ ആ ഹോസ്റ്റലിൽ അവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോകുന്നു ആൻഡ് ഷീസ് ദെയർ, അങ്ങനത്തെ പല 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 മൊമെന്റ്സ് എനിക്കിങ്ങനെ മനസ്സിൽ വരും. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ കിലുക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു നോട്ട് ആഡ് ചെയ്യാം. വെരി റീസെന്റ് ക്യൂ സ്റ്റുഡിയോയില് ജിസ് ജോയ് ഡയറക്ടറുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സോ ആള് കിലുക്കത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. രേവതി എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? കാരണം കറക്റ്റ് മീറ്ററാണ്. നന്ദിനി തമ്പുരാട്ടിന്ന് നന്ദിനി തമ്പുരാട്ടിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതൊന്നു വെച്ചാൽ നമ്മൾ ആ മീറ്റർ ഓഫ് പെർഫോമൻസ് അതാണ് അതിനകത്ത് ഏറ്റവും പാടാൻ എനിക്ക്. കാരണം അത് ഇത്തിരി അങ്ങോട്ട് പോയാൽ അത് സ്ലാപ്സ്റ്റിക് ഓക്കെയാണ്, പക്ഷെ അത് ആ ജെനുവിനിറ്റി ഇൻ സ്ലാപ്സ്റ്റിക് ഇസ് ഇമ്പോർട്ടന്റ്. ലൈക്ക് ആ ഓണസ്റ്റി അല്ലാണ്ട് അപ്പുറത്ത് പോയാൽ അത് ഫേക്ക് ആയിട്ട് സ്ലാപ്സ്റ്റിക് ചെയ്താൽ സ്ലാപ്സ്റ്റിക് നിലത്തിടന്ന് ഓടും. ആ അവയർനെസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം 1-2 ദിവസം കഷ്ടപ്പെട്ടു. എന്താണ് എത്രയ്ക്കാണ് വരേണ്ടത്. യുനോ ദാറ്റ്
ഇതിന്റെ കൂടുതൽ പോയാൽ വെറുതെ ഒരു കോമഡി മാത്രമായിരിക്കും. അലമ്പുവാകും. സോ അതിന്റെ ഒരു മീറ്റർ ഒന്ന് ഒരു ഫസ്റ്റ് 2 days മെഷർ ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് എ കേക്ക് വാക്ക്. അപ്പൊ ആ ഫസ്റ്റ് 2 day ഇങ്ങനെ ഷൂട്ട് ചെയ്തോ അതോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പ്രിയന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും. പ്രിയൻ ഹാഡ് എ വെരി ഗുഡ് ജഡ്ജ്മെന്റ് ഓഫ് ഇറ്റ്, ബിക്കോസ് എഴുതിയ കഥ പ്രിയന്റെ ആണല്ലോ. സോ യുനോ, അപ്പം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, പ്രിയൻ ഇത് കുറച്ച് ജാസ്തിയല്ലേ, ഇത് എങ്ങനെ ഇത് ചെയ്യണോ? പിന്നെ ആ മറ്റേ ആ ഒരു പാത്വേയിൽ നടന്നു വരുമ്പോൾ ആ ബോക്സ് ഇങ്ങനെ തുറന്ന് വീണിട്ട് ഇവള് എന്നൊക്കെ ചെയ്യില്ലേ? I was just saying, Priyan, tell me whether it works, what works, or is it becoming, അത് ഭയങ്കര ഡൗട്ട് ആയിരുന്നു ആ ഫസ്റ്റ് ഡേ. പിന്നെ വൺസ് വി ഗോട്ട് ഇറ്റ്, ഇസ് ഇറ്റ് നോ റേവ്സ്, ഇത് കറക്റ്റാണ്, നമുക്ക് ഇത് തന്നെ പഠിക്കാം, ഇതിൽ നിന്ന് നമ്മൾ താഴണ്ടെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഫോർ മീ ഇറ്റ് ഇസ് വെരി ഈസി ടു കം ടു വെരി റിയൽ കൈൻഡ് ഓഫ് പെർഫോമൻസ്. ഇതിന് താഴണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. Oh, I can see that, Nandini, sometimes. Oh, I feel so happy. Thank you. And ഇനി കനിയുടെ ഡെബ്യൂ മാമിന് ഇഷ്ടപ്പെട്ട ഒരു എനിക്കറിയില്ല. ഈ സിനിമ ഉണ്ടെങ്കിൽ എന്റെ ദൈവമേ. ഇല്ല, ഞാൻ കനിയെ കുറച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് യുനോ കനി ഈസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ, ആ റിയലിസമിൽ നിന്ന് നമ്മൾ മാറി കാണാൻ പറ്റില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ ഫെൽറ്റ് ദാറ്റ് സംടൈംസ് യു ഡോണ്ട് സീ കനി, യു സീ ദ ക്യാരക്ടർ. Exactly. ആൻഡ് ദാറ്റ് ഈസ് വാട്ട്, നോട്ട് സംടൈംസ്, ഓൾവേസ്, വാട്ട് എവർ ഐ ഹാവ് സീൻ. സോ അതിലാണ് എനിക്ക് കനീനെ ഇഷ്ടമായത്. സോ വെൻ വി വർ ഡിസ്കസിങ് ആൻഡ് ഹി വാസ് സെയിങ് കനി ഈസ് ഡൂയിങ് ദാറ്റ്, യു നോ ഇറ്റ്സ് സോ നൈസ്. നമ്മൾ ഒരു പടം ചെയ്യുമ്പോൾ ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ അസി എന്ന ഒരു പടം ഇസ് ഗോയിങ് ടു ബി ഒരു ലാൻഡ്മാർക്ക് ഫിലിം എന്ന് ഞങ്ങൾക്കറിയാം. സോ വി ഫെൽറ്റ് ദാറ്റ് യുനോ, സോ നമ്മൾ, ഞാൻ ചോദിച്ചു ആരൊക്കെയാണ് ഏതൊക്കെ, ഈവൻ ദി യുനോ ദി ഡിഫൻസ് ലോയർ, സി ഓൾ ഓഫ് ദെം ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ when they told me, when he told me it's Kani, I said wow, you know, so we were all happy. Appo it's always good to work with people who can perform. അത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ പെർഫോമൻസ് തന്നെ ബെറ്റർ ആവും when you are working with opposite good actors. Yeah, while we cook, എല്ലാ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് we get a beautiful meal. Yeah, definitely. നമുക്ക് ചെറിയൊരു മെമ്മറി ഷെയറിംഗിലേക്ക് പോയാലോ? Okay. ഞാൻ ദേവതി മാമിന്റെ ഒരു സിനിമ ഒരു പാട്ടും പറയാം. അത് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യുന്ന ഒരു മെമ്മറി. Okay. Oh God. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ടെൻഷൻ എടുക്കുന്നുണ്ടോ? ദേവാസുരം പാട്ട് ഞാൻ പറയാം. എനിക്ക് ആ ആനയുടെ അടുത്ത് ഒരു ഡാൻസ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആനയുടെ അടുത്ത് ഐ കെപ്റ്റ് തിങ്കിങ് ഇത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒന്ന് മൂവ്മെന്റ് ചെയ്താലോ, ബിക്കോസ് നമുക്കൊരു യുനോ സി യു ആർ ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാന്റഡ്. ഷൂട്ടിങ്ങില് നമുക്കറിയാം നമ്മളെ രക്ഷിക്കാൻ ആൾക്കാരെപ്പോഴും ഉണ്ടാവും, പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു യുനോ ഒരു മൃഗം. ആൻഡ് ഐ ലവ് animals, I love elephants also, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഇസ് ആ ഒരു വിഷ്വൽ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. ഓക്കെ ഫൈൻ. ഓക്കെ, പുതിയ മുഖം what a song. I love the song. ജെൻസി കുട്ടികളുടെ എല്ലാ റീൽസിലും വന്നു പോകുന്ന ഒരു 5 സെക്കൻഡ് കുട്ടികൾ. No, it's such a lovely song. അത് ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. ബട്ട് അതിന്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് സുജാത ആണല്ലോ പാടിയിരിക്കുന്നത്, റഹ്മാൻ മ്യൂസിക്. സോ റഹ്മാന്റെ സ്റ്റുഡിയോ പോയിട്ട് അപ്പൊ സുജാത തമിഴ് പാട്ട് പാടി, ഞങ്ങൾക്ക് തെലുഗു ലിറിക്സ് കിട്ടി. സോ ഹി വാസ് ലുക്കിംഗ് അറ്റ് ദറ്റ് ലിറിക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായിക്കട്ടെ എന്ന്, because I know Telugu. So it was written in English, പക്ഷെ തെലുങ്ക് വാക്കുകൾ അറിയാം. സോ ഐ സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. വെറുതെ റീഡ് ചെയ്യുമ്പോൾ ഞാനൊന്ന് മൂളി. അപ്പോൾ രേമ പറഞ്ഞു, ഏയ് പ്ലീസ് മാം, വൈ ഡോണ്ട് യു കം ആൻഡ് സിങ് ഇറ്റ്? I said sing it, just sing it to see whether நம்ம வந்து அந்த வார்த்தைகளெல்லாம் ஒரு இதில் வந்து நிற்குதா உட்காருதா அப்படின்னு പറയും.
ഓരോ വാക്കുകളും അവിടെ ഇരിക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ആ 4 വരി പാടി അത് റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോഴും സ്റ്റുഡിയോയിലുണ്ട്. സ്റ്റുഡിയോ. So, but the thing is, it's so beautiful. It's a memory which is so lovely. So, നിന്നെ ഈ കലവരന്താ ലേതുലേ എന്നാണ് തെലുങ്ക്. നേற்றில்லாத മാറ്റം. I think that's a very beautiful film. Well written, well directed. And ആ ഒരു സമയത്തില് Lal, Shobana, me, all of us were looking very beautiful. You know, no. Sometimes what happens is, ഒരു ഏജില്, you know, there is a different kind of a beauty. You know, so we all looked very nice in that film, and Venu had shot it beautifully. So എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, അതിൽ ശോഭനയുടെ ഒരു ഡാൻസ് സീക്വൻസ്, ഈ പാട്ടിൽ തന്നെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ട് അവൾ തന്നെ. സോ ഡാൻസ് മാസ്റ്റർ ആരും ഉണ്ടായിരുന്നില്ല, രാത്രിയായിരുന്നു. ആൻഡ് ഒരു സ്ഥലത്ത് വേണു ജസ്റ്റ് ഒരു ലൈറ്റ് ഇട്ടു. ശോഭന പറഞ്ഞു ഇത് മതി. ഷി സെഡ് വെള്ള അപ്പം തന്നെ ഒരു വൈറ്റ് ഹാഫ് സാരിയും അതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് അന്ന് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ ഷീ വാസ് പെർഫോമിങ്, കൊറിയോഗ്രാഫിങ്. അപ്പം ഞാനായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഡാൻസ് മാസ്റ്ററായിട്ട് 1 2 3 4 പറഞ്ഞിട്ട് അവൾ ഡാൻസ് ചെയ്തത്. സോ ഇറ്റ്സ് എ തിങ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, യുനോ. ശോഭന ആൻഡ് മൈസെൽഫ്, we are acting in the same film, almost contemporaries, but you know the thing is, both of us wanted each other to do well, and we were helping each other. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അവൾ ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ സീക്വൻസ്. അപ്പൊ ഞാൻ അവിടെ ഡാൻസ് അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് അവളെ ഹെൽപ്പ് ചെയ്യായിരുന്നു, യുനോ. സോ ഇറ്റ് വാസ് സോ ഐ റിമെമ്പർ, ശോഭ അങ്ങനെ ഒന്ന് ഇത്രയും വൈറ്റ് വള വേണം, അത് കൊണ്ടുവരുത്താന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ട് കടയിൽ പോയിട്ട് വെള്ളം മേടിച്ച് വന്ന് ഇട്ട്. ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ, യുനോ, വെൻ ഷി മൂവ്സ് ഹർ ഹാൻഡ് ആൻഡ് ഓൾ ദാറ്റ്. സോ യുനോ ദാറ്റ് അതായിരുന്നു ഒരു ഭംഗിയുള്ള ഫിലിം മേക്കിംഗ്. കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് സംസാരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച്. ഐ മിസ് ദാറ്റ്. അതാണ് എൻ്റെ അടുത്ത ചോദ്യവും. അതായത് അന്ന് ജെമിനി ഫ്ലൈ ഓവറിന്റെ മുകളിൽ പോയിന്ന് ഫാമിലി ആയിട്ട് പോസ്റ്റർ കാണുകയാണ്. ആൻഡ് ഇപ്പൊ വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മള് അസി സിനിമയെ കുറിച്ച് ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. What is the change do you feel? It's 44 years. I have grey hair. I mean, many things have changed, but I have felt, you know, would I have done anything else? ഈ ഒരു ജീവിതകാലത്തിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഐ തിങ്ക് ദിസ് വാസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ. അത് ഫേറ്റ് കൊണ്ടുവന്ന് എൻ്റെ മടിയിലിട്ടതാണ്. പക്ഷെ അത് എടുത്ത് കൊണ്ടുപോയി നടന്നത് ഡെഫിനറ്റ്ലി എൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. അതായിരുന്നു ഞാൻ സ്റ്റേറ്റ് അവാർഡിലും പറഞ്ഞത്. ഐ അക്സെപ്റ്റ് ദിസ് ആൻഡ് I feel I want to tap my shoulder for what I've done. And I own this. I own this. It is true, you know. I think sometimes we need to tell ourselves that we have done it. We have taken the path well. I might have made many mistakes otherwise, but my acting career, I've done a good job. Yes, you've done. കനിയുടെ ഒരു മെമ്മറി എനിക്ക് വേണ്ടത്, MTV ഒരു ആഡ് ഉണ്ടായിരുന്നു. അതും ഇതേപോലെ MTV ചാനലുള്ള സമയത്ത് ഒരുപാട് ഇപ്പോഴത്തെ 90s കിഡ്സിന്റെ ഈ ഒരു പ്രൈമിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുള്ള ആഡാണ്. ഭീകരാണ്. അതെങ്ങനെയായിരുന്നു? ഒന്ന് അതിലേക്കുള്ള അത് ഇതുപോലെ ഓഡിഷൻ വന്നു. അപ്പൊ എനിക്കത് വായിച്ചപ്പോ എനിക്ക് ചിരി വന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് അതിനോടൊരു ബഹുമാനം സത്യം പറഞ്ഞാൽ തോന്നിയില്ല. വായിച്ചു ടിവിനെ പ്രസവിക്കുകയോ എന്നൊക്കെ പറയുമ്പോ എനിക്ക് തമാശ പോലെ തോന്നി. അപ്പോൾ ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആനന്ദ് ആണ് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആനന്ദ് പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്ത് തരാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് കോമിക്കലായിട്ട് ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഓഡിഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. എനിക്ക് ഓഡിഷൻ ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത്. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവസരമാണോ അങ്ങനെ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ആണ് ഞാൻ ഓക്കെ നമുക്ക് ഇറാനിയൻ സിനിമ പോലെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു രീതിയിലാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു, കാരണം ഇത് വായിക്കുമ്പോൾ കോമിക്കലി ആണ് നമുക്ക് ഓഡിഷൻ ചെയ്യാൻ തോന്നുക. പക്ഷെ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്ത് അയച്ചു കൊടുത്തത്. മറ്റേ അറ്റം. അപ്പൊ എന്റെ വിചാരം ഇവർക്ക് ദേഷ്യം വരില്ലേ, ഓ ഇവള് എന്ത് ഇത് എന്ന് തോന്നും. അപ്പൊ എന്നെ എന്തായാലും വിളിക്കില്ല. പക്ഷെ എനിക്കൊരു സന്തോഷം, ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്തു എന്നൊക്കെ വിചാരിച്ചു.
അപ്പൊ അവർ വിളിക്കാം നിങ്ങൾ എന്നെ വന്ന് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ മനസ്സിലായി ആ ഡയറക്ടർ ആക്ച്വലി എന്റെ ഫേവറേറ്റ് ആഡ് ഫിലിം ഡയറക്ടറാണ് ഇന്ത്യയിലെ തന്നെ. അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ആള് എല്ലാം ഭയങ്കര ക്വർക്കി ആയിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. നൈസ്. ഗോവയിലായിരുന്നു 2 ദിവസത്തെ ഷൂട്ട്. അന്ന് നമുക്ക് കനിയാന്ന് അറിയില്ല, പക്ഷെ പിന്നെ കനീനെ പരിചയപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കനിയല്ലേ മനസ്സിലായി തുടങ്ങിയ. മൗനരാഗം ബാക്ക് ഇൻ 1983 അല്ലേ? 1986 റിലീസ് ആവുന്ന സമയത്ത് സെൻസർ ബോർഡിലേക്ക് പോയ സമയത്ത് A സർട്ടിഫിക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു, ബിക്കോസ് ദ ആക്ട്രസ് ഇസ് ആസ്കിംഗ് ഫോർ ഡിവോഴ്സ് ആ കാലത്ത്. ആൻഡ് വി ആർ സിറ്റിംഗ് ഹിയർ ഇൻ 2026. ആർട്ട് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്, നമുക്ക് അതിന്റെ ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇന്ന് പല സിനിമകളും എമ്പുരാൻ പോലെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് പോലും ഇതേപോലെ സെൻസർഷിപ്പ് വരാണ്. ഇതൊരു പബ്ലിക് മീഡിയ ആണ് ആൻഡ് പല ഏജ് ഗ്രൂപ്പ്സ് കാണുന്ന ഒരു മീഡിയ ആണ്. വെൻ യു ഗിവ് എ UA സർട്ടിഫിക്കറ്റ്. സോ അങ്ങനെ ആകുമ്പോൾ ദർ ആർ സർട്ടൻ തിങ്സ്. നമ്മൾ ചില ഫാമിലീസിൽ വി വിൽ ഫീൽ ദിസ് ഇസ് നോട്ട് റൈറ്റ് ടു ഷോ മൈ ചൈൽഡ്. ചില ഫാമിലീസിൽ വിൽ ഫീൽ ഇറ്റ്സ് ഓക്കെ ടു ഷോ മൈ ചൈൽഡ്. സോ ഇങ്ങനെ ആകുമ്പോൾ യു കാൺ റിയലി സേ ദിസ് ഇസ് കറക്റ്റ്, ദിസ് ഇസ് റൈറ്റ്. പക്ഷെ സെൻസർഷിപ്പ് ഷുഡ് ബി ദെയർ. ആൻഡ് എന്നെ സംബന്ധിച്ചോളം ഐ ഫീൽ that the kind of violence that is being shown definitely cannot be shown to children. Exactly. But by not showing it to children, you mean to say അവർ എക്സ്പോസ് ആവാതെ ഇരിക്കുന്നുണ്ടോ? അതുമില്ല. സോ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് സത്യത്തിൽ എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് 1-2 പ്രാവശ്യം സെൻസർ ബോർഡിൽ എന്നെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാവാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, because I don't have that kind of ability to think, saying that ഇത്രേ പാടുള്ളൂ, ഇതിൻ്റെ കൂടുതൽ പാടില്ല എന്ന് എനിക്ക് പറ്റില്ല. എല്ലാം ഇറ്റ് ഇസ് ഓൾ റിലേറ്റീവ് ആൻഡ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. സെൻസർ ബോർഡ് വേണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷെ അതിപ്പം നമ്മളിപ്പം എന്താ പറയാ, നമുക്ക് ചീഫ് മിനിസ്റ്റർ വേണോ പ്രൈം മിനിസ്റ്റർ നമുക്ക് വേണം, റൈറ്റ്? നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും സിസ്റ്റം എല്ലാം വേണം, സംതിങ് ടു ഹാപ്പൻ. പക്ഷെ പവറിലിരിക്കുന്ന ആൾക്കാർക്ക് ഡിഫറെൻറ്റ് അജണ്ട വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ഥലം നടന്നു പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ രാജ്യം, ഏതൊക്കെ തരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട്, ഈ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ ഇത് കമ്മ്യൂണലി എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇങ്ങനെയാണെങ്കിലുള്ള എല്ലാ ധാരണകളും വേണം അല്ലേ? പക്ഷെ അവർക്ക് ഒരു പേഴ്സണൽ അജണ്ട വെച്ചിട്ട് ഇത് നമുക്ക് ഇവിടെ ചെയ്യാം, അത് അവിടെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പം സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ന്യൂട്രാലിറ്റി ഉണ്ടായിരിക്കേണ്ടി വരും എല്ലാ തരത്തിൽ നിന്നും. അതേസമയം ഒരു രാജ്യത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക എന്തവസ്ഥയാണ് ആ സമയങ്ങളിൽ കടന്നു പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആ സെൻസിറ്റിവിറ്റീനെ ഹേർട്ട് ചെയ്യരുത്. പക്ഷെ നമുക്ക് പ്രൊവോക്കിംഗ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ നിയമങ്ങൾ മാറില്ല. ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് കാണിക്കുന്നത് പോലും മാറ്റണം എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഓരോ തവണ നമ്മുടെ എന്താ പറയാ സംസ്കാരം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ടൈനി പുഷ് എന്നാണ് മാറുന്നത് പലപ്പോഴും. ഇത് വേണ്ടാത്തൊരു കാര്യമാണല്ലോ, ഇത് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം നമുക്ക് ഇപ്പം ഇല്ല, ഇപ്പം നമുക്കത് മാറ്റാം. അത് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആണ്. അപ്പൊ അത്രയും എന്താ പറയാ മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, കണ്ടംപററി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, അതേസമയം ഈ പെർട്ടിക്കുലർ ആർട്ട് എക്സ്പ്രഷൻ വളരെ യാഥാസ്ഥികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മൊത്തം ബാലൻസ് തെറ്റിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് അങ്ങനെ ഒരു അതായത് അത്രയും അവയർനെസ് ഉള്ള ആൾക്കാരെ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സെൻസർ ബോർഡിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ലൈക്ക് ഷീ സെഡ് ലൈക്ക് ഇഫ് ഐ എം ഓഫേർഡ് ഐ സേ നോ, ബിക്കോസ് അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓക്കെ എനിക്ക് കിട്ടി ഞാൻ ഓടിപ്പോയി അവിടെ നിൽക്കാം ഉള്ളൊരു കാര്യമല്ല അത്. ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഈസ് വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പലതരത്തിലുള്ള പ്രശ്നം നടക്കുകയാണ്. ചിലപ്പോൾ ഈ മാസം റിലീസ് ചെയ്യുന്ന ഒരു സിനിമ 3 മാസം മുമ്പ് ചിലപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ 5 മാസം. അത് നമ്മുടെ പരിസ്ഥിതി അനുസരിച്ചും ഒക്കെ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് എല്ലാം ഇങ്ങനെ ഇടാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതെനിക്ക് നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ കാക്കുത്തിക്കാവിലെ പൂപ്പന്താടി സിനിമയിലെ കണ്ണാൻ തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. അമ്മ മകൾ, അച്ഛൻ മകൾ, സിസ്റ്റർ, ബ്രദർ സിസ്റ്റർ, പല രീതിയിലും കണക്ട് ആവുന്നുണ്ട്. ചിലർക്ക് ഇത് സോളിറ്റ്യൂഡാണ് ഈ പാട്ട്. ആസ് രേവതി ആസ് എ പേഴ്സൺ, ഇത് ലൈഫിന്റെ ഏതൊരു സ്റ്റേജിലാണ് ഈ പാട്ട് അതിന്റെ ഫീലില് ഹിറ്റ് ചെയ്യുന്നത്? ആ പാട്ട് തന്നെ എനിക്ക് ഒരു ലല്ലബി പോലെയാണ്. ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ്സ് സച്ച് എ സൂതിങ്
എന്തൊരു വോയിസാണ് യുനോ ആൻഡ് എന്തൊരു ട്യൂണാണ്. ബിക്കോസ് ആദ്യം എനിക്ക് ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര ഒരു 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 ഫാമിലി വന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് ഓർക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഓൾ റിമെമ്പർ ദീസ് ഫിലിംസ്. പക്ഷെ എനിക്ക് ആ സിനിമ ആ കഥയിലുള്ള ഫീൽ തന്നെയാണ് ആ പാട്ട്. ആ. സിബ്ലിങ്സിന്റെ ലവ് ആണ് Love ആണ്. ഭയങ്കരമായിട്ട് എന്തോ ഇങ്ങനെ, പ്രത്യേകിച്ച് എനിക്ക് കാവേരി അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മേ. എനിക്ക് ആ ചെറിയ കുട്ടി ഈവൻ നൗ വെൻ ഐ ലുക്ക് അറ്റ് ഹർ ഐ ഫീൽ ഇറ്റ് ലുക്സ് എക്സാക്ട്ലി ലൈക്ക് എന്നെ പോലെ തന്നെ ഉണ്ട് അവള് യുനോ. സോ എനിക്ക് ആ പാട്ട് എപ്പോഴും ഒരു ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ലലബിയാണ് ഉം. യുനോ. സോ ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ് somehow I connect with that child. ആരോ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന പോലെ I connect to the elder Elder sibling. sister. എനിക്കിങ്ങനെ the love that you want to give your younger Younger sibling, child. അതാണ് എനിക്ക് ആ പാട്ട്. എക്സാക്ട്ലി. എനിക്ക് ആ ബലൂൺ പൊട്ടി പോകുമ്പോ she just goes and gives her balloon. Yeah, yeah. Oh my god, എനിക്ക് അത് തന്നെയാണ് ആ പാട്ട്. എനിക്ക് എക്സാക്ട്ലി ആ ഫീലിംഗ്. അതേപോലെ ആ പാട്ട് പോലെ ബ്യൂട്ടിഫുൾ ആവട്ടെ അസി എന്ന സിനിമ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനിയും എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you. Thank you. Thank you so much for Thank you. entertaining for so long and keep entertaining us. Thank you. Thank you.